ഹേ ഗായ്സ്, അങ്ങനെ സീസൺ 3 അവസാനിച്ചു. ഇനി അടുത്തൊരു സീസൺ, അതായത് ഇതിൻ്റെ ഫിനാലെ ആയിട്ടുള്ളത്, ഈ സീരീസിൻ്റെ ഫിനാലെ ആയിട്ടുള്ള സീസൺ 4 ആണ് നമ്മൾ 2028 വരെ വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞ നമ്മൾ കണ്ടെത്തിയ സീസൺ 2 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ലോ ആയിട്ടുള്ളൊരു സീസണായിരുന്നു. കാരണം ഡെയ്മൻ ടാർഗെറിയൻ ഓൾ ദ ടൈം വാസ് ഇൻ ഹാരൻഹാൾ ആൻഡ് നോ കർ ആക്സസ് നോ ആക്ഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇവൻറ്റ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സീസൺ 3യുടെ ഓപ്പണിംഗ് തന്നെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് കാണിച്ചുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല റേറ്റിംഗ് തുടങ്ങിയതായിരുന്നു. പക്ഷേ ഈ ഒരു സീസണെക്കുറിച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ്. കാരണം ഇടയ്ക്ക് സ്ലോ പേസിൽ പോകുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കാരണം ഇമോഷണലി കൺവേ ചെയ്യേണ്ട ചില എപ്പിസോഡുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സ്ലോ പേസ് തന്നെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഒരുപാടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഇറ്റ് വാസ് എ ടോട്ടലി ഗുഡ് സീസൺ. ആൻഡ് എപ്പിസോഡ് 8 നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് സംഭവിച്ചിരുന്നത്. സീസൺ 2ൻ്റെ അവസാനത്തെ പോലെ ഇങ്ങനെ ലാഗ് ചെയ്ത് അടുത്തൊരു സീസണിലോട്ട് കൊണ്ടുപോകാതെ നമ്മൾ എന്താണോ ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ പോകുന്നില്ല. ആൻഡ് ബുക്കിൽ നിന്ന് മാറിപ്പോകുന്ന ഞാൻ വിചാരിച്ചിരുന്ന സ്റ്റോറിയൊക്കെ അവസാനത്തേക്ക് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സോ ഫോർ മീ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എപ്പിസോഡ്. ഇനി എപ്പിസോഡുകൾ കണ്ടു തീർക്കാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കണം. 2027 നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിൻ്റെ സീസൺ 2 വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഷോ ഒരു എക്സാമ്പിളാണ്. കാരണം ഡ്രാഗൺസോ പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഷോനെ എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസ് എന്ന് പറയുന്നത്. പിന്നെ ഹൗസ് ഓഫ് ദ ഡ്രാഗനിലോട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസുമായിട്ടാണ്. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസിലോട്ട് വരുമ്പോൾ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പല ക്യാരക്ടേഴ്സിന് അതിൻ്റെ ഒരു ബിഗ് സ്റ്റോറിയാണ്. എല്ലാ ഇതിനകത്തും സ്റ്റാർക്കിനായാലും ലാനസ്റ്റേഴ്സിനായാലും ബെരാത്തീൻസിനായാലും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഹൗസ് ഓഫ് ദ ഡ്രാഗനിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരെയും റെഫർ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കല്ല ഇമ്പോർട്ടൻസ്. ഇതൊരു സിംഗിൾ സെൻറ്റേർഡാണ്. അതായത് ഡ്രാഗൻസിൽ, അതായത് ഹൗസ് ഓഫ് ദ ഡ്രാഗൻ, അതായത് ടാർഗേറിയൻസിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഷോയാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് അതിലും കിടന്ന് മാത്രം വട്ടം കറങ്ങുമ്പോൾ ബട്ട് വി വുഡ് ലവ് ടു സീ ഡ്രാഗൻസ്. പിന്നെ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് ഓർമണ്ട് ഹൈറ്റവർ എത്രത്തോളം ഒരു കവേർഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് ഞാൻ ഇതിനു മുമ്പ് വെച്ചാൽ അല്പം അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ്സ് എങ്കിലും ഉണ്ടെന്നാണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എത്രത്തോളം ഒരു അല്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും കുറഞ്ഞു. അങ്ങനത്തെ ഒരു കുറേ സംഭവങ്ങളുണ്ട് ഈ എപ്പിസോഡിൽ കാണാം. ഈ ഒരു എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരുന്നു. കാരണം വളരെ ഫാസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് എവിടെയാണോ അവസാനിച്ച് അവിടെ തുടങ്ങിയിരുന്നെങ്കിൽ ഇനിയും നമുക്ക് 2 എപ്പിസോഡ് വേണ്ടി വരുമായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ എന്താണ് സംഭവിക്കുന്നത് അതിലോട്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്തവർക്ക് സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ പറയാത്തത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെ അവസാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡെയ്മനും റെനേറിയായിട്ടുള്ള ഒരു റിലേഷൻ ഒരു ഓൾമോസ്റ്റ് മറ്റൊരു കണ്ടീഷനിലേക്ക് നിൽക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ടൈം എടുക്കും. പക്ഷേ ഈ എപ്പിസോഡിൽ അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് സംഭവിച്ചു. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എപ്പിസോഡായിരുന്നു. അതിൻ്റെ ഒരു കിടലം ഒരു എൻഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സ്പോയിലറില്ല കമൻറ്റ് ചെയ്യുക. ബൈ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോൺസ് കോൺക്വസ്റ്റിൻ്റെ മൂവി വരുന്നുണ്ട് 2027. അത് കൺഫേം ചെയ്തിട്ടുണ്ട്. 2027 തന്നെ വരുമോയെന്ന് അറിയില്ല. അങ്ങനെയാണ് കൺഫേം ചെയ്തത്. പക്ഷേ അത്രയും വലിയൊരു മൂവി എങ്ങനെ അടുത്ത വർഷം തന്നെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, ഒരു സീരീസോ ഒരു സിനിമയുണ്ടെങ്കിൽ അത് ഈ ഒരു ഇതിൽ നിന്ന് എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിൽ നിന്ന് അത് ഏഗോൺസ് കോൺക്വസ്റ്റ് ആണ്. ബൈ.